ദേശീയപാത കോഴിക്കോട് മണ്ഡലത്തിലെ പര്യടനം ആരംഭിക്കുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ സ്വപ്ന നഗരിയിലെ സരോവരം പാർക്കിലാണ്. സ്വാഭാവികമായിട്ടും കോഴിക്കോട്ടുകാർക്ക് നല്ല പരിചയമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ പ്രഭാതത്തിൽ എല്ലാവരും ജോഗിങ്ങിനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് വരികയാണ്. എന്താണ് സ്ഥിതി? എല്ലാവരും വളരെ കാര്യമായിട്ട് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു കാൻഡിഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ എഫക്റ്റ് ഉണ്ട്. കാൻഡിഡേറ്റ്സിന് മാത്രമല്ല, ജനങ്ങൾക്കും അതിനെപ്പറ്റി പ്രബുദ്ധരാണ്. തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞോ? തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞു. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ എടുക്കുന്ന തീരുമാനമാണ് അല്ലേ? അതെ 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 അതെ. ഓക്കെ. എന്താണ് ഒരു തീരുമാനം എടുക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം? വ്യക്തികളാണോ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാണോ, അതോ ദേശീയ രാഷ്ട്രീയമാണോ, സംസ്ഥാന രാഷ്ട്രീയമാണോ? ദേശീയ രാഷ്ട്രീയമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു സൂചന എനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഹായ്, ഹൗ ആർ യു ഡൂയിങ്? ഫൈൻ. എന്ത് തോന്നുന്നു ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ നടക്കുമ്പോൾ മനസ്സിൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു തോന്നൽ വരുന്നത്? ഇപ്രാവശ്യം പാരമ്പര്യ രാഷ്ട്രീയത്തിലില്ല. ആരാണോ നന്നായിട്ട് ചെയ്യുന്നത് അവർക്ക് മാത്രമേ ചെയ്യുള്ളൂ. എക്സ്ക്യൂസ് മീ, എന്ത് പറയുന്നു? തെരഞ്ഞെടുപ്പ് ഒരു ഇത് പാർട്ടിയാണെങ്കിൽ നന്നായിട്ട് ഭരിച്ചാൽ മതി. എത്ര റൈറ്റ്. എന്ത് പറയുന്നു? എന്താണ് തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഒരു നിലപാട്? ഇപ്രാവശ്യം കരീംക ജയിക്കുന്നതാണ് സാധ്യത അല്ലേ? എന്താ അതിന്റെ കാര്യം? എന്താ? 3 പ്രാവശ്യം MP ആയ ആളാണ്. 2ാം പ്രാവശ്യം കുറെ ലാപ്സാക്കി കാര്യമായിട്ടുള്ള ഇതൊന്നും കാണുന്നില്ല. എൻ്റെ പൊതുവെയുള്ള അഭിപ്രായ പ്രകാരം കരീംക ജയിക്കും. പക്ഷെ അദ്ദേഹം ഈ എല്ലാ ആളുകളെയും പോയി കാണുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് MK രാഘവൻ. ആദ്യം 2 പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ 3ാമത്തെ പ്രാവശ്യം വളരെ കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ. കരീംക ജയിക്കാനാണ് സാധ്യത. ഓക്കെ, അങ്ങനെ പലരും, നമുക്ക് അവിടെ 2 വനിതകളുണ്ട്. അവരെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നന്നായിരുന്നു. വോട്ട് ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാവുക? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുക? ആളെ നോക്കി ചെയ്യും. പിന്നെ നമ്മള് പാർട്ടി വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്കാണ് അധികം ചെയ്യാറ്. ആ പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ നല്ലതാണ്. ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനമായിരിക്കോ, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനമായിരിക്കോ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക? കേരളത്തിന്റെ നോക്കുക. കേരളത്തിൽ രണ്ടുപേരും അങ്ങനെയാണ്. ഇലക്ഷന്റെ ഒരു പൾസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇളമരം കരീം, MK രാഘവൻ, ഈ 2 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത്രയും കാലം നമ്മളെ ഇവിടെ ഉണ്ടായിരുന്നത് MK രാഘവൻ സാറാണ്. അപ്പോൾ ഇത്തവണ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ രാഘവൻ സാർ തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഇളമരം കരീമിന് ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. അതെ. രാഘവേട്ടനെയും കരീം കെയെയും കൂടാതെ MT രമേശ് എന്ന MT കൂടി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണ കോഴിക്കോട്ട്. ഈ 3 പ്രധാന നേതാക്കൾ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ കണക്കുകൂട്ടലുകൾക്കപ്പുറമുള്ള ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ്. പ്രമോദ് രാമൻ, മീഡിയ 1.